ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ക്ലാസ്സാണ് ഹോളോതൊറോയിഡ. ഹോളോതൊറോയിഡ എന്ന് പറയുന്ന ക്ലാസ് കടൽ വെള്ളരിയില്ലേ, കടൽ വെള്ളരി, സീ കുക്കുംബർ, അതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഹോളോതൊറോയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ സീ കുക്കുംബർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കടൽ വെള്ളരി അതാണ് ഹോളോതൊറോയിഡയ്ക്കകത്ത് വരുന്നത്. ഏകദേശം 900 സ്പീഷീസ്, ലിവിങ് സ്പീഷീസ് ഇതിനുണ്ട്. കോമൺലി ഇത് അറിയപ്പെടുന്നത് സീ കുക്കുംബർ എന്നാണ്. ഇത് ഇങ്ങനെ സീ കുക്കുംബർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ബോഡി ഷേപ്പ് തന്നെയാണ്. വളരെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ഇതിൻ്റെ റേഞ്ച്, ഇതിൻ്റെ സൈസിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെയൊക്കെ ഉണ്ട്. പിന്നെ ചില കൺട്രീസിൽ ഹോളോതൊറിയൻ എന്ന് പറയുന്ന ഈ വിഭാഗം ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡെലീഷ്യസ് ഫുഡ് അവർ കഴിക്കാറൊക്കെ ഉണ്ട് ചില കൺട്രീസിൽ. ഈ സീ കുക്കുംബറിനെ എടുത്ത് ഡ്രൈ ചെയ്ത് സൂപ്പാക്കി അവർ കുടിക്കാറുണ്ട്. അങ്ങനെ അത് സൂപ്പ് അറിയപ്പെടുന്നത് ബേഴ്സ്ഡേ മെർ എന്നാണ്. ബേഴ്സ്ഡേ മെർ നിങ്ങൾ ആ പിക്ചറിൽ കണ്ടോ? ഹോളോതൊറോയിഡ് ക്ലാസ്സിനകത്ത് വരുന്ന ഓർഗാനിസംസ് ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഗ്രീക്കിൽ ഹോളോതൊറോയിഡ് എന്ന് പറഞ്ഞാൽ സീ കുക്കുംബറിന് നമ്മുടെ വെള്ളരിക്കയില്ലേ, അതുപോലെ പച്ച കളറിൽ നീളത്തിലൊക്കെ ഇതിനകത്ത് ചില സ്പീഷീസൊക്കെ പച്ച കളറിൽ നീളത്തിലുണ്ട്. അപ്പം അതൊക്കെ റിസംബിൾ ചെയ്യുന്നത് നമ്മുടെ കുക്കുംബറുമായിട്ടായതുകൊണ്ടാണ് ഇതിന് സീ കുക്കുംബർ എന്ന അർത്ഥം വരുന്ന ഹോളോതൊറോയിഡ് എന്ന പേര് ഇട്ടത്. ഹോളോതൊറോയിഡ എന്ന ക്ലാസ്സിൻ്റെ സെയിലിൻ ഫീച്ചേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരാം. എന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇവരുടെ ഓറോ അബോക്സിയൽ ആക്സിസ്, അതായത് മേളിൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലേ, മേളിൽ ഓറൽ സർഫസ് ആണ്, താഴെ അബോറൽ സർഫസ് ആണ്. ആ ഓറൽ അബോറൽ അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ആക്സിസ് എന്ന് പറയുന്നത് വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്സിസ്, അതുകൊണ്ടല്ലേ നീളം കൂടിയിരിക്കുന്നത്. അതുപോലെ ആംബുലാക്രൽ ഇന്റർ ആംബുലാക്രൽ ഏരിയാസ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ബോഡി ആക്സിസിന് ചേർന്നാണ്. ആംബുലാക്രൽ ഇന്റർ ആംബുലാക്രൽ ഏരിയാസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവരുടെ സ്കെലട്ടൺ റെഡ്യൂസ്ഡ് ഫോമിലാണ്, മൈന്യൂട്ട് ഒസിക്കിൾസ് ആയിട്ടാണ്. ഇനി ഒസിക്കിൾസ് എന്താണെന്ന് പറഞ്ഞു തരണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസിലും ഞാൻ പിന്നെയും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സ്കെലട്ടൺസ് റെഡ്യൂസ് ചെയ്ത് മൈന്യൂട്ട് ഒസിക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. ഇവർ ബോട്ടം ഡ്വെല്ലേഴ്സ് ആണ്. എപ്പോഴും കാണപ്പെടുന്നത് സാൻഡ് അല്ലെങ്കിൽ മഡ് ഏരിയയിലൊക്കെ ആയിരിക്കും ഇവർ കാണുന്നത്. ഇവർക്ക് ഈ നീളക്കൂടുതലുള്ളതുകൊണ്ട്, അതായത് സിലിണ്ടറിക്കൽ ബോഡി ആയതുകൊണ്ട് ഇവർ ഒരു സൈഡിലോട്ട് സബ്സ്ട്രാറ്റത്തിനോട് ചേർന്ന് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെൻട്രൽ സർഫസും ഉണ്ട്, ഡോർസൽ സർഫസ് ഉണ്ട്. ഈ വെൻട്രൽ സർഫസിലാണ് അവർക്ക് ആംബുലാക്രൽ ഏരിയാസ് ഒക്കെ വരുന്നത്. പിന്നെ ഇങ്ങനെ സെക്കൻഡറി ആയിട്ട് ഒരു വെൻട്രൽ സർഫസും ഡോർസൽ സർഫസും ഉള്ളത് കൊണ്ട് അവർക്ക് സെക്കൻഡറി ബൈലാറ്ററൽ സിമിട്രി കാണിക്കുന്നു. ഹോളോതൊറോയിഡ്സ് സെക്കൻഡറി ബൈലാറ്ററൽ സിമിട്രി കാണിക്കുന്നു. നിങ്ങൾ പിക്ചറിലോട്ട് നോക്കിയേ, നിങ്ങൾക്ക് ടെൻഡക്കിൾസ് കാണാവോ? മൗത്തിന് ചുറ്റുമായിട്ട് ഒരു 10 to 30 ടെൻഡക്കിൾസ് ഇവർക്കുണ്ട്. ഇതെന്ന് പറയുന്നത് മോഡിഫൈഡ് 2 ഫീറ്റ. ഇതുപോലെ ഇവർ ടിപ്പിക്കലി ഒരു ഡിപ്പോസിറ്റ് ഫീഡേഴ്സാണ്. അതായത് എന്തെങ്കിലും സെഡിമെൻ്റ് ചെയ്ത് കിടക്കുന്ന, ഡിപ്പോസിറ്റഡ് ആയി കിടക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഡിപ്പോസിറ്റ് ഫീഡേഴ്സാണ്. ഇവർ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ടെൻഡക്കിൾസ് ഇല്ലേ, മൗത്തിന് ചുറ്റുമായിട്ട് കിടക്കുന്ന ടെൻഡക്കിൾസ്, ഈ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് ഗ്യാദർ ചെയ്യുന്നത്. ആ സാൻഡിൽ നിന്നോ എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നത് അവിടെ നിന്ന് അത് ഗ്യാദർ ചെയ്തെടുക്കുന്നത് ഈ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ റെസ്പിറേഷൻ ചെയ്യുന്നത് അതിനായിട്ട് അവർക്കൊരു ഇലോബറേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച്ഡ് സിസ്റ്റം ഓഫ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിൻ്റെ പേരാണ് റെസ്പിറേറ്ററി ട്രീസ്. അതായത് ഇവർക്ക് റെസ്പിറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രാഞ്ച്ഡ് സിസ്റ്റം ഓഫ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിൻ്റെ പേരാണ് റെസ്പിറേറ്ററി ട്രീസ്. ഇവർക്ക് 2 റെസ്പിറേറ്ററി ട്രീസ് ഉണ്ട്. ഓരോന്നും ഓരോ സൈഡിലായിട്ട്, എലിമെൻ്ററി കനാലിൻ്റെ ഒരു സൈഡിലായിട്ട് ഓരോ റെസ്പിറേറ്ററി ട്രീ ഉണ്ട്. ഇത് കണക്ട് ചെയ്തേക്കുന്ന ക്ലോയേക്ക വഴിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഹോളോതൊറോയിഡെ കുറിച്ചൊരു ഗ്രാഹ്യമായി, അതെവിടെ കാണുന്നു, അതിൻ്റെ ബോഡി ഷേപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലേ. ഇനി നമുക്ക് ഓരോന്നും പോയിൻ്റായിട്ട് പഠിക്കാം. അങ്ങനെ പോയിൻ്റായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഓർത്തിരിക്കാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ബോഡി എങ്ങനെയായിരിക്കും? ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞത് ലോങ് സിലിണ്ടറിക്കൽ ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ബോഡിയാണ്. ഓൾമോസ്റ്റ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ബോഡിയാണ് അവർക്കുള്ളത്. പിന്നെ അവരുടെ ബോഡി വോൾ എന്ന് പറയുന്നത് ലെതറി ആൻഡ് ഡെർമോമസ്കുലാർ ആയിരിക്കും. ഈ ഡെർമോമസ്കുലാർ ബോഡി വോൾ, അതിൻ്റെ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് അല്ലേ. അവരുടെ ബോഡി വോളിലെ സെൽസിൽ ബോത്ത് ഡെർമിസ്, സ്കിന്നിൻ്റെയും മസിൽസിൻ്റെയും ഫങ്ഷൻ ഉണ്ട്. 2 ഫങ്ഷനും കാണിക്കുന്ന സെൽസാണ് ഡെർമോമസ്കുലാർ, ആ ബോഡി വോളിൽ കാണുന്ന ആ സെൽസ്. ഇനി ഇതിൻ്റെ മൗത്തും ഏനസും അത് ഓപ്പോസിറ്റ് എൻഡാണ്. ആ പിക്ചർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സിലാണ് മൗത്തും ഏനസും ഉള്ളത്.
റേഡിയലാംസ്, സ്പൈൻസ്, പെഡിസിലേറിയ ഇതൊക്കെ ആബ്സെൻ്റ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പാടായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ഒരു ഐഡിയ തന്നിട്ട് ഇങ്ങനെ പോയിൻ്റായിട്ട് പറയുന്നത്. ഈ പെഡിസിലേറിയ ഒന്നും ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം എല്ലാ വീഡിയോയിലും ഇത് നിങ്ങൾ കാണുന്നതും ആണ്. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഈ പെഡിസിലേറിയ, എന്താണ് ഈ സ്പൈൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡെർമൽ ഓസിക്കിൾസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പം അതിനകത്ത് ഈ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഡെർമൽ ഓസിക്കിൾസ് ഇവിടെ മൈക്രോസ്കോപ്പിക് ആയിട്ട് വെസ്റ്റീജിയൽ ആയിട്ടാണ് കാണപ്പെടുന്നത്, ലൂസ് സ്കാറ്റേർഡ് രീതിയിലാണ്. അത് വെസ്റ്റീജിയൽ എന്ന് പറഞ്ഞാൽ വളരെ റുഡിമെൻ്ററി ഫോമിലാണ്. പണ്ട് നന്നായിട്ട് ഡെവലപ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് റുഡിമെൻ്ററി ഫോമിലാണ് ഡെർമൽ ഓസിക്കിൾസ് കാണപ്പെടുന്നത്. ഹോളോത്രോയിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് ആംബുലാക്രൽ ഗ്രൂപ്പ്സ് ആബ്സെൻ്റ് ആണ്. പിന്നെ മാട്രിപ്പൊറൈറ്റ് ഇൻറ്റേർണൽ ആണ്. മിക്ക കേസിലും ഈ മാട്രിപ്പൊറൈറ്റ് കനാൽസിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പണിങ്സ് ഇല്ല, അല്ലെങ്കിൽ ഹൈഡ്രോഫോഴ്സ് ഇല്ല. മാട്രിപ്പൊറൈറ്റ്സ് ഇൻറ്റേർണൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവർ എലമെൻ്ററി കനാൽ, ഈ പിക്ചറിലോട്ട് നോക്കി, എലമെൻ്ററി കനാൽ വളരെ ലോങ് ആയിട്ട് കോയിൽഡ് ആയിട്ടുള്ള ഒരു എലമെൻ്ററി കനാലാണ്. അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ക്ലോയക്ക ഉണ്ട്, താഴെ കണ്ടോ ക്ലോയക്ക, അതുണ്ട്. പിന്നെ ക്ലോയക്കയായിട്ട് കണക്ട് ചെയ്ത് ഒത്തിരി ക്ലോയക്കൽ ഗിൽസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രീസ് അതൊക്കെ ഉണ്ട്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മറ്റ് എക്കൈനോഡോംസിനൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് കമ്പാരിറ്റീവ്ലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്സിജനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആ ഒരു കപ്പാസിറ്റി ഉള്ള കമ്പയർ ടു മറ്റ് എക്കൈനോഡോംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്. ഹോളോത്രോയിഡ്സ് ഡയേഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അതായത് അവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും ഉണ്ട്, അതുകൊണ്ടാണ് അവരെ ഡയേഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ് നോക്കുവാണെങ്കിൽ അത് ഇൻഡയറക്റ്റാണ്, ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഓറിക്കുലറിയ നമ്മളെല്ലാ എക്കൈനോഡോംസിനകത്ത് എല്ലാം നമ്മൾ ക്ലാസ്സസ് പഠിച്ചപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, അതായത് എല്ലാവർക്കും തന്നെ ലാർവൽ സ്റ്റേജസ് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ലാർവയുടെ പേരാണ്, ഈ ഹോളോത്രോയിഡ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ലാർവയുടെ പേരാണ് ഓറിക്കുലേറിയ. ഇവരുടെ ഗൊണാഡിനൊരു പ്രത്യേകത ഉണ്ട്, ഇവർക്ക് ഒരൊറ്റ ഗൊണാഡേ ഉള്ളൂ. ഗൊണാഡ് പെയർഡ് അല്ല. മറ്റ് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് ഒരു പെയർഡ് ആയിട്ടാണ് മിക്കതും കാണപ്പെടുന്നത്, പക്ഷേ ഇവർക്ക് ഹോളോത്രോയിഡ്സിന് അവരുടെ ഗൊണാഡ് പെയർഡ് അല്ല, ഒറ്റ ഗൊണാഡേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി ജനറലായിട്ട് പറയുവാണെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരു 900 തൊട്ട് 1200 സ്പീഷീസ് ഏകദേശം ഹോളോത്രോയിൻസ് ഉണ്ട്. പിന്നെ ഇവർ മറ്റ് എക്കൈനോഡേംസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഒരുപാട് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ ഇവരെ കാണാൻ പറ്റും മറ്റ് എക്കൈനോഡേംസിനെ കമ്പയർ ചെയ്യുമ്പം. ജനറലി നോക്കുവാണെങ്കിൽ സീ കുക്കുംബേഴ്സ് എന്ന് പറയുന്നത് സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ആനിമൽസ് ആണ്, വളരെ പതുക്കെ നീങ്ങി പോകുന്ന ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു ആനിമലാണ് സീ കുക്കുംബേഴ്സ്. പിന്നെ അവർ മോസ്റ്റ്ലി കാണപ്പെടുന്നത് ജീവിക്കുന്നതും എല്ലാം സീ ബോട്ടം, സീൻ്റെ അടിത്തട്ടിലാണ് അവർ ചേർന്ന് ഏതെങ്കിലും ഒരു സബ്സ്ട്രാറ്റത്തിനോടൊക്കെ പറ്റിച്ചേർന്ന് സീ ബോട്ടത്തിലാണ് അവരെ കാണുന്നത്. മോസ്റ്റ്ലി അവർ ഏതെങ്കിലും മഡിലോ സാൻഡിലോ ഒക്കെ ബോറോ ചെയ്ത് ഉള്ളിൽ അതിനകത്ത് കയറി ഇരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അതിൽ കൂടെ സാൻഡിൽ കൂടെ ഒക്കെ റോൾ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ചില കേസുകളിൽ ഇവർ ഈ ക്രിവിസിൽ ക്രാക്ക് ആൻഡ് ക്രിവിസ് അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കുന്നതും കാണാം. ഇനി ഇവരുടെ വേറൊരു ഓഡ് ഹാബിറ്റാണ് ഇവർ ഓട്ടോട്ടോമിയും എവിസറേഷനും കാണിക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ ഓട്ടോട്ടോമി? ഓട്ടോട്ടോമി എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് എന്തെങ്കിലും ഒരു ത്രെറ്റ് വരുമ്പോഴത്തേക്ക് അവരതങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്ന ആ ഒരു ഫീച്ചറിനാണ് ഓട്ടോട്ടോമി എന്ന് പറയുന്നത്. എവിസറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള സാധനങ്ങൾ വെളിയിലോട്ട് തള്ളുന്നതിന്, അതായത് ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രീ, ഗോണാഡ്സ് ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ളതില്ലേ, ഇത് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നതിന് ആണ് എവിസറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓട്ടോട്ടോമി എവിസറേഷനൊക്കെ കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ത്രെറ്റ് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അൺഫേവറബിൾ ആകുമ്പോഴോ എന്തെങ്കിലും ഒരു അലാമിങ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഇവർ ഈ ഒരു ഓഡ് ബിഹേവിയർ കാണിക്കുന്നത്. പിന്നെ ഈ ഓട്ടോട്ടോമി വഴി അതുവഴി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ അവർ പിന്നീട് റീജനറേറ്റ് ചെയ്തെടുക്കാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോളോത്രോയിഡ എന്ന് പറയുന്ന ക്ലാസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ആയില്ലേ? ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് മറക്കല്ല കേട്ടോ, ഓറിക്കുലേറിയ. ഓരോന്നിൻ്റെ ലാർവൽ സ്റ്റേജ് നിങ്ങൾ എഴുതി വെക്കണം, ഓരോ ക്ലാസ്സും അതിൻ്റെ ലാർവൽ സ്റ്റേജും എഴുതി വെക്കണം, മറക്കാതിരിക്കാനും തിരിഞ്ഞു പോകാതിരിക്കാനും. ഇനി നമുക്ക് ഇതിനകത്ത് പല എക്സാമ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഓരോ എക്സാമ്പിളാണ് ഹോളോതൂറിയ, അത് ഓർക്കാനും എളുപ്പമുണ്ട്. ഇതുകൂടാതെ മീസോതോറിയ, കുക്കുമേറിയ, തയോൺ, സിനാപ്റ്റുല ഇങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹോളോതൂറിയ. അപ്പം അതിനെക്കുറിച്ച് അതാണ് സീ കുക്കുംബർ എന്ന് പറയുന്നത് കേട്ടോ, അതിനെക്കുറിച്ച് പഠിക്കാം.
ഹോളോത്തോറിയെക്കുറിച്ച് ജനറലി പറയുവാണെങ്കിൽ അവർ സീ കുക്കുംബേഴ്സ് എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഏകദേശം 15 തൊട്ട് 40 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് ഉണ്ട്. പിന്നെ കളർ എന്ന് പറയുന്നത് വേരിയബിൾ കളറാണ്, യൂഷ്വലി ബ്ലാക്ക് ആണ്. ഇവരെ എന്തെങ്കിലും ശത്രുക്കൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇവർക്കുണ്ടായാൽ ഇവരുടെ ഏനസിൽ കൂടെ മറ്റേ നമ്മൾ നേരത്തെ ഇവരുടെ ക്ലാസ്സിന് പറഞ്ഞ അതേ ഫീച്ചറാണ് ഇവർക്ക് ഈ എക്സാമ്പിളിലും വരുന്നത്. ഇവരുടെ ഏനസിൽ കൂടെ ലോങ് ആയിട്ടുള്ള സ്റ്റിക്കി ഫിലമെൻറ്റ്സ് എക്സ്പെൽ ചെയ്യും. ഇതിനകത്ത് ചിലപ്പോൾ ചില ടോക്സിക് സബ്സ്റ്റൻസസും കാണും. ആ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഹോളോതൂറിൻ. ഇതുപോലെ തന്നെ അവർ വേറൊരു ഫിനോമിനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് എവിസറേഷൻ. എവിസറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലോയേക്ക ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു അറ്റാക്ക്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു അറ്റാക്കോ എന്തെങ്കിലും ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്നാൽ ഇവരവരുടെ ക്ലോയേക്ക റപ്ചർ ചെയ്യും. ആ താഴ്ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ക്ലോയൊക്കെ റപ്ചർ ചെയ്തിട്ട് അവർ റെസ്പിറേറ്ററി ട്രീസ്, എലമെൻ്ററി കനാൽ, ഗോണാഡ് ഇതൊക്കെ എക്സ്പെൽ ചെയ്ത് വെളിയിലോട്ട് കളയും. അപ്പം ഈ ശത്രുക്കൾ പേടിച്ച് അവർ ഓടും. ഈ ഒരു ഫിനോമിനയ്ക്കാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്പെൽ ചെയ്ത് ക്ലോയൊക്കെ റപ്ചർ ചെയ്ത് അവരുടെ റെസ്പിറേറ്ററി ട്രീസും എലമെൻ്ററി കനാലും എല്ലാം ഗോണാഡ്സും എല്ലാം വെളിയിലോട്ട് എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു ഫിനോമിനയ്ക്കാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന പാർട്സ് അവർ പിന്നെ റീജനറേറ്റ് ചെയ്ത് എടുക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഹോളോത്തോറിയെക്കുറിച്ച് ഒരു ഐഡിയ ആയില്ലേ. ഇനി നമുക്കിതിൻ്റെ സെയിലിയൻ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഏതാണ് അതിൻ്റെ ഫൈലം, അതിൻ്റെ സബ് ഫൈലം ഏതാണ്, ക്ലാസ് ഏതാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഹോളോത്തോറിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈലം എക്കൈനോഡെർമേറ്റ, സബ് ഫൈലം എക്കൈനോസോവ, ക്ലാസ് ഹോളോത്തോറോയിഡെ. അപ്പം ഒന്നാമത്തെ പോയിന്റ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല പരിചിതമായല്ലേ. ഇവർ കോമൺലി അറിയപ്പെടുന്നത് സീ കുക്കുംബർ എന്നാണ്. പിന്നെ അവരുടെ ഇൻഹിബിറ്റിംഗ് ഏരിയ ഏതായിരിക്കും? സാൻഡി സീ കോസ്റ്റ് ഏരിയാസ് ആയിരിക്കും. അവരുടെ ബോഡി എങ്ങനെയാണ്? ലോങ് സിലിണ്ടറിക്കലാണ്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ഈ പിക്ചേഴ്സ് മനസ്സിലോട്ടങ്ങ് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ബോഡി ലോങ് സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൗത്തും ഏനസും ഓപ്പോസിറ്റ് എൻഡിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. മൗത്തിന് ചുറ്റുമായിട്ട് പെരിസ്റ്റോമിയൽ മെംബ്രെയിൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാതെ ചുമ്മാ വായിച്ചങ്ങ് പോകുന്നത്. നിങ്ങൾക്കിപ്പം ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പ്രാപ്തിയായിരിക്കണം. ആ ഒരു ലെവലിലോട്ട് നിങ്ങളിപ്പോൾ എത്തിയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടില്ലേ ഹോളത്തോറി, ഇത് നിങ്ങൾ മനസ്സിലോട്ട് വെക്കുക. അപ്പം ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഇത് സീ കുക്കുംബർ ആണെന്നും ഇതിൻ്റെ ഏരിയ, ഇൻഹിബിറ്റിംഗ് ഏരിയ എവിടെയാണ്, ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ലോങ് സിലിണ്ടറിക്കൽ, പിന്നെ ഇതിൻ്റെ മൗത്ത്, ഏനസ്, അങ്ങനെ ഓരോ പാർട്ടുകൾ ഒക്കെ പറയാൻ, ഇതിൻ്റെ ഓരോ സിസ്റ്റം, ഡയജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഈ ഓരോ സിസ്റ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, പിന്നെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഇമേജ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഇത് കിട്ടും. അല്ലാതെ ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ചു വെച്ചാൽ ക്ലാസ്സസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അവർക്ക് വളരെ തിക്കായിട്ടുള്ള ലെതറി ആയിട്ടുള്ള ഒരു ബോഡി വാളാണുള്ളത്. സ്പൈൻസ്, ആംസ്, ആംബുലാക്രൽ ഗ്രൂപ്പ്സ്, പെഡിസിലേറിയ ഇതൊന്നും തന്നെ ഇല്ല. ബോഡി വാൾ എന്ന് പറയുന്നത് തിക്ക് ആൻഡ് ലെതറിയാണ്. പിന്നെ ലോക്കോമോട്ടർ 2 feet ഇല്ലേ, അതും ഇല്ല ഇവർക്ക്. ലോക്കോമോഷനുള്ള 2 feet ഇല്ല. പകരം അവർക്കുള്ളത് ആ ഒരു ഭാഗത്ത് ന്യൂമറസ് ആയിട്ടുള്ള വോട്ടി പാപ്പിലേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ആണ് അവർക്കുള്ളത് ആ ഒരു 2 feet പകരമായിട്ട്. അതുപോലെ മാട്രിപ്പൊറൈറ്റ് ഇൻറ്റേർണൽ ആണ്. വാട്ടർവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് മാട്രിപ്പൊറൈറ്റ് ഇൻറ്റേർണൽ ആണ്. പിന്നെ ക്ലോയേക്ക ആയിട്ട് കണക്ട് ചെയ്ത് 2 ബ്രാങ്കിയൽ ഗിൽസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്ലോയേക്കൽ റെസ്പിറേറ്ററി ട്രീസ്. നിങ്ങൾ ആ ഇമേജിലോട്ടൊന്ന് നോക്കിയേ. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഇമേജിൽ സ്പൈൻസ്, ആംസ്, ആംബുലാക്രൽ ഗ്രൂപ്പ്സ്, പെഡിസിലറി ഇതൊന്നും കാണാൻ പറ്റില്ല. പകരം അവരുടെ ബോഡി വോൾ കാണാം. ആ ബോഡി വോൾ കണ്ടോ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? ബോഡി വോള് തിക്കായിട്ടുള്ള ലെതറി ആയിട്ടുള്ള ഒരു ബോഡി വോളാണ്. പിന്നെ മാട്രിപ്പൊറൈറ്റ് ഇൻറ്റേർണൽ ആണ്. 2 feet കാണത്തില്ല. അതിന് പകരമായിട്ട് പാപ്പിലേറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ് കാണുന്നത്. പിന്നെ ബ്രാങ്കിയൽ ഗിൽസ് കണ്ടോ, ക്ലോയേക്കൽ റെസ്പിറേറ്ററി ട്രീസ്, അത് ക്ലോയേക്കയുടെ ഭാഗത്ത് ഒത്തിരി കണ്ടോ റെസ്പിറേറ്ററി ട്രീ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്, അതാണ്. അതുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇമേജ് നോക്കി നിങ്ങൾക്ക് കിട്ടും. ഓറൽ ടെൻഡിക്കിൾസ് ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ആ ഇമേജ് മനസ്സിൽ വെച്ചാൽ തന്നെ കുറേ പോയിന്റ്സ് എഴുതാൻ പറ്റും. പിന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. 2 ലാർവേ ഉണ്ട്. ഒന്ന് ഓറിക്കുലേറിയ, പിന്നെ ഒന്ന് ഡോളിയോലാറിയ. അടുത്തത് ഹോളോത്തോറിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ഈ ഒരു പേര് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഓട്ടോട്ടോമിയും എവിസറേഷനും ഒക്കെ ഓർത്തിരിക്കണം. എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓട്ടോട്ടോമി എന്ന് പറയുന്നതും ഈ എവിസറേഷൻ എന്ന് പറയുന്നത് രണ്ടും എന്തെങ്കിലും ഡേഞ്ചറോ എന്തെങ്കിലും ത്രെട്ടോ ഒക്കെ വരുമ്പം അവർ സ്വയം രക്ഷപ്പെടാൻ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്.
ഇതിനകത്ത് ഓട്ടോട്ടോമി എന്ന് പറയുന്നത് ഡേഞ്ചർ സമയത്ത് അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എന്തെങ്കിലും ശരീരഭാഗങ്ങൾ നല്ലതായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിനും പിന്നെ എന്തെങ്കിലും കാസ്റ്റ് ഓഫ് ഒക്കെ ചെയ്ത് കളയുവാണെങ്കിൽ അതൊക്കെയാണ് ഓട്ടോട്ടോമി അല്ലെങ്കിൽ സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. എവിസറേഷൻ എന്ന് പറയുന്നത് അവർ ഈ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ വെളിയിലോട്ട് എക്സ്പെൽ ചെയ്യുക, മൗത്തിൽ കൂടെ ഏനസിൽ കൂടെ വെളിയിലോട്ട് എക്സ്പെൽ ചെയ്ത് ആൾക്കാരെ പേടിപ്പിക്കുന്ന ആ ഒരു പ്രിഡേറ്ററിനെ പേടിപ്പിക്കുന്നതിനാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. എവിസറേഷൻ ഇങ്ങനെ എവിസറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രിഡേറ്ററിൻ്റെ അറ്റൻഷൻ ആ ഒരു ഇതിലോട്ട് അങ്ങ് പോവുകയും അല്ലെ ആ എവിസറേറ്റ് ചെയ്യുന്ന ആ ഭാഗമായിട്ട് അത് എൻറ്റാങ്കിൾ ചെയ്ത് പോവുകയും ചെയ്യും. ഈ ഒരു സമയം കൊണ്ട് സീ കുക്കുംബർ ആ എനിമിയിൽ നിന്ന് രക്ഷപ്പെടും. ആ എനിമിയുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സമയം കൊണ്ട് അവർ എനിമിയിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നെ അവർക്ക് ലോസ്റ്റായി പോയ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ പിന്നെ സീ കുക്കുംബർ റീജനറേറ്റ് ചെയ്തെടുത്തോളും. ഇതുകൂടാതെ അവർക്ക് വേറൊരു ക്യൂരിയസ് ബിഹേവിയർ ഉള്ളത്, ഈ എന്തെങ്കിലും ഒരു ത്രെട്ടനിങ് സിറ്റുവേഷനോ ഒരു ഫ്രൈറ്റൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് വരുമ്പോൾ ഇവരുടെ ഫിലമെൻറ്റ്സ് ട്യൂബ്യൂൾസ് വെളിയിലോട്ട് എക്സ്പെൽ ചെയ്യും. അത് ടോക്സിക് ആണ്. ഒത്തിരി ന്യൂമറസ് ആയിട്ട് വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റിക്കി ടോക്സിക് ആയിട്ടുള്ള ഫിലമെൻറ്റ്സ് ആണ് ഇവർ വെളിയിലോട്ട് എക്സ്പെൽഷൻ ചെയ്യുന്നത്. അങ്ങനെ എക്സ്പെൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ എനിമി പേടിച്ചു പോകും. അങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഇങ്ങനെ എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു ടോക്സിക് ഫിലമെൻറ്റ്സ് ഇല്ലേ, അത് ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഹോളോതൂറിൻ. ഈ ഹോളോതൂറിൻ എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസ് ഈവൻ ഹ്യൂമൻസിന് പോലും ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഹ്യൂമൻസിൽ ഇതുമായിട്ട് എക്സ്പോഷർ വന്നാൽ നമുക്ക് റാഷസ്, ബേണിങ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാകും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഈവൻ അത് കണ്ണിൽ പോയാലും നമ്മുടെ കാഴ്ചശക്തി വരെ പോകാം. അങ്ങനെ അത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഹോളോതൂറിൻ. ഇതോടുകൂടി നമ്മുടെ ഫൈറ്റം എക്കൈനോഡെർമേറ്റ തീരുകയാണ്. നമ്മളതിൻ്റെ സെയിലിൻ ഫീച്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു ആദ്യത്തെ ക്ലാസ്സിൽ. പിന്നെ 5 ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു. ഇത്രേ ഉള്ളൂ. 5 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ക്രിനോയിഡേ, ആസ്ട്രോയിഡേ, ഒഫ്യൂറോയിഡേ, എക്കൈനോയിഡേ, ഹോളോതൊറോയിഡേ. ഇന്ന് നമ്മൾ പഠിച്ചത് ഹോളോതൊറോയിഡേ. അതിനകത്ത് വന്ന കുക്കുമേറിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു.